പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വേദ വിക്രമിനോട് പറയുകയാണ്, വിക്രം മലയ്ക്ക് പോയി വന്നപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് അന്നിറങ്ങി പോന്നതും ഡിവോഴ്സ് നോട്ടീസ് അയച്ചതും എല്ലാം നമ്മുടെ അച്ഛന്റെ ജീവന് വേണ്ടിയായിരുന്നു. ശുചീന്ദ്രത്തെ വെച്ച് അച്ഛനെ കടത്തിക്കൊണ്ടുപോയവർ എന്റെ മുന്നിൽ വെച്ച ഡിമാൻഡ് ആയിരുന്നു അത്. അച്ഛൻ മരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ച് ആ വീട് വിട്ട് ഇങ്ങോട്ട് വരണമെന്ന്. എന്റെ ചേട്ടൻ നോക്കി നടത്തുന്ന മുഴുവൻ സ്ഥാപനങ്ങളും മുത്തച്ഛൻ എന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ശേഷം എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്കായിരിക്കും അതിന്റെ അവകാശം എന്ന് മുത്തച്ഛൻ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. ദീപ്തിക്കും ശ്രീകാന്തേട്ടനും അത് പങ്കുവെക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ശ്രീകാന്തേട്ടന് അത് ഒറ്റയ്ക്ക് വേണം. ശ്രീകാന്തേട്ടനോടൊപ്പം നിന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം നീക്കിയത് ചന്ദ്രശേഖരൻ അങ്കിൾ കൂടിയാണ്. ദർശനുമായിട്ടുള്ള വിവാഹം പോലും അതിനുവേണ്ടിയായിരുന്നു. ശുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ കാണാതായതിനു ശേഷമാണ് എനിക്ക് അവരുടെ പ്ലാനുകളെല്ലാം വ്യക്തമായത്. അതും എന്നെ അവർ ബലമായി പിടിച്ചുകൊണ്ടുപോയി അത് നേരിട്ട് ബോധ്യപ്പെടുത്തി തന്നപ്പോൾ. അങ്ങനെ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വേദ വിക്രമിനോട് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം കയറിയ വിക്രം അപ്പോൾ തന്നെ അത് ചോദിക്കാനായി പുറപ്പെടുകയാണ്. വേദ വിക്രമിനെ തടഞ്ഞു. നാളെ പുളിക്കൻ കോടതിയിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതിന് ശേഷം വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞതിനു ശേഷം നമുക്ക് നിയമപരമായി നേരിടാം. ഒരിക്കൽ ഞാൻ അങ്ങേരുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചാൽ അങ്ങേരിയിരിക്കുന്ന കസേരയിൽ വിക്രം കയറിയിരിക്കുമെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു ലോകം ഞാനിപ്പോൾ സ്വപ്നം കാണാൻ തുടങ്ങി. വിക്രം എടുത്തുചാടി ആ സ്വപ്നം ഇല്ലാതാക്കരുത്, വേദ വിക്രമിനോട് പറഞ്ഞു. ഇത് കേട്ട് വിക്രം വേദയെ ചേർത്ത് പിടിക്കുകയാണ്. പിറ്റേന്ന് വാസവൻ ജോണിയുടെയും ജോസഫിന്റെയും കൂടെ പുളിക്കന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വഴിയിൽ കിടക്കുന്ന ഭക്ഷണപ്പൊതിയും വീടിന്റെ തറയിൽ കണ്ട ചോരപ്പാടുകളും കണ്ട് അവർ പരസ്പരം നോക്കി. തറയിൽ കിടക്കുന്ന പുളിക്കനെ അവർ നോക്കുകയാണ്. ജോസഫ് പുളിക്കനെ തിരിച്ചു കിടത്തി. കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന പുളിക്കനെ കണ്ട് ജോസഫ് അലറി. ജോസഫ് പുറത്തേക്കിറങ്ങി അനിയൻകുട്ടനെ അവിടെ ആകെ തിരയുകയാണ്. രാത്രി നടന്ന സംഭവങ്ങളെല്ലാം കണ്ട ഷോക്കിലാണ് അനിയൻകുട്ടൻ. തിരഞ്ഞു അവസാനം ജോസഫ് അനിയൻകുട്ടനെ കണ്ടെത്തി. വേദ വിക്രമിന്റെ മുറിവ് ഡ്രസ് ചെയ്യുകയാണ്. ഇപ്പോ ആരെങ്കിലും വന്ന് ഈ കള്ളനെ കയ്യോടെ പിടിച്ചാൽ എന്താകും അവസ്ഥ എന്ന് വേദ വിക്രമിനോട് ചോദിക്കുകയാണ്. ഞാൻ എന്റെ പെണ്ണിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയും, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോളാൻ, വിക്രം പറഞ്ഞു. ഇത് കേട്ട് വേദ ഓടി വന്ന് വിക്രവുമൊത്ത് സെൽഫികൾ എടുക്കുകയാണ്. വിക്രം വേദയോട് പറഞ്ഞു, വാസവൻ ഇന്ന് പുളിക്കനെ കാണും. അതോടെ വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് തെളിയും. അതോടെ നമുക്ക് ഈ ഒളിച്ചു താമസം അങ്ങ് മതിയാക്കിയാലോ? ഇത് കേട്ട് വേദയുടെ മുഖം ഒന്ന് വാടിയെങ്കിലും പിന്നെ പറഞ്ഞു, ഇവിടെ കൂടിക്കോ, നമുക്ക് ഇങ്ങനെ കഴിയാലോ എന്ന്. നീ പറഞ്ഞതുപോലെ കേസും കോടതിയും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കണ്ടേ? ഇന്ന് പുറംവാതിലിലൂടെ ആരും കാണാതെ ഞാൻ പുറത്തു പോയാൽ നാളെ തന്നെ ഈ ഗേറ്റ് കടന്നു വരും. എന്നിട്ട് നിന്റെ അച്ഛനോട് പറയും, തന്റെ മകനും പോലീസും കൂടി ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പിടിച്ചകത്തിടാൻ തായുമ്പോൾ ഞാനിവിടെ തന്റെ മകളുടെ കൂടെ ഉണ്ടുമുറങ്ങിയും കഴിയുകയായിരുന്നു എന്ന്. ഇനി ഞാനിവളെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെന്നും പറയും. ശ്രീകാന്ത് അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇടിച്ചവന്റെ പരിപ്പിളക്കും ഞാൻ. എന്തായാലും ശ്രീകാന്തിനെതിരെ ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്, എന്റെ അച്ഛനോട് അങ്ങനെ കാണിച്ചതിന്, വിക്രം പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ അത് നിയമത്തിന്റെ വഴി മതി. ഇപ്പോൾ കയറിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ശ്രീകാന്ത് ശങ്കരനാരായണൻ ഇറങ്ങി താഴെ നിൽക്കും. അവിടെ വിക്രം സുധാകരൻ കയറിയിരിക്കും. അതാണ് നമ്മുടെ പ്രതികാരം, വേദ പറഞ്ഞു. അങ്ങനെ അവർ പരസ്പരം ചുംബിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ജോസഫിന്റെ കോൾ വരുന്നു. പുളിക്കനെ ആരോ കൊന്നുവെന്നറിഞ്ഞ് വിക്രവും വേദയും ഞെട്ടുകയാണ്. അവർ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായല്ലോ എന്നോർത്ത് വേദ വിഷമിക്കുകയാണ്. പുളിക്കന്റെ ബോഡി പോലീസ് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വാസവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന കാര്യം ആരോ അറിഞ്ഞിട്ടുണ്ട്. അനിയൻകുട്ടനെ ഉടനെ ഡോക്ടറെ കാണിക്കണം. അവൻ ആ കൊലപാതകം നേരിട്ട് കണ്ടിട്ടുണ്ട്. ആരാണ് വരുണിനെ കൊന്നതെന്നറിയാൻ ഒരു കണ്ണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് പുളിക്കനും ശ്രീനിവാസനും പരസ്പരം മീറ്റ് ചെയ്യുകയാണ്. പുളിക്കന്റെ മരണത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്ന് ഉറപ്പല്ലേ? വാസവൻ ശ്രീനിവാസനോട് ചോദിച്ചു. താൻ പുളിക്കനെ കണ്ടെത്തണമെന്നും സത്യം അറിയണമെന്നും ഞാനും ആഗ്രഹിച്ചിരുന്നു. ആളുകൾ ആലോചിക്കുന്നത് പോലെ വരുണിന്റെ മരണത്തിന് പിന്നിൽ വിക്രമല്ല എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്, ശ്രീനിവാസൻ പറഞ്ഞു. പുളിക്കന്റെ കൊലപാതകത്തോടെ എനിക്കത് ബോധ്യമായി ശ്രീനി, വാസവൻ പറഞ്ഞു. അനിയൻകുട്ടൻ പറയുന്നവർ തന്നെയായിരിക്കും വരുണിന്റെ കൊലപാതകത്തിന് പിന്നിലുള്ളതും. അപ്പോ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.